കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാനൊരു ആഡംബര മുറിയിലായിരുന്നു. നീ എൻ്റെ മുന്നിൽ വന്ന് പെട്ടത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയായിരുന്നില്ല. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിലേക്ക് വന്നു. വിപുൽ, നീ ഇങ്ങനെ നഗരത്തിൽ ഇനി ഒരിക്കലും നിന്നെ കാണില്ലെന്നാ ഞാൻ വിചാരിച്ചത്. എനിക്ക് നല്ല സുഖമില്ല. ഞാൻ പോട്ടെ. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. ഓക്കോ, പക്ഷെ ഇങ്ങനെയല്ല. 24 മണിക്കൂറിന് ശേഷമാണ് നിനക്ക് ബോധം വന്നത്. ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിലായേനെ. നിന്റെ ചികിത്സയ്ക്കായ ചെലവ് തിരിച്ചതാ. എന്നിട്ട് നീ പോയിക്കോ. വിപുൽ ഇങ്ങനെ ആയിരുന്നില്ല. അവൻ എങ്ങനെ ഇത്ര മാറി? നിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നീ എല്ലാം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അടുത്ത 10 ദിവസം നീ ഈ വീട്ടിൽ തന്നെ താമസിക്കും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. പിന്നെ രക്ഷപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യണ്ട. ഇത് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. വിപുലിന് ഇതെല്ലാം എങ്ങനെ അറിയാം? അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വിഷമിച്ചു. ആ പെൺകുട്ടി ഇവിടെ തന്നെയുണ്ട്. ഞാൻ കരുതിയതുപോലെ തന്നെ. അവളുടെ മുഖം നേഹയെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നേഹ ആരാണ്? എന്റെ മുഖം എങ്ങനെ അവളെ പോലെയായി? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പക്ഷെ നീ എന്നോട് തെറ്റ് ചെയ്തു. നീ എന്താ ഇവിടെ എന്റെ കൂടെ ചെയ്യുന്നത്? ഗുൻഗുൻ, നീയോ? നോക്ക്, നിന്നോട് എനിക്കൊന്നും ചെയ്യാനില്ല. നീ തന്നെയാണ് എന്നെ പിടിച്ചിരുത്തിയത്. മതി. എല്ലാവർക്കും അറിയാം നീ ഇവിടെ വന്നത് എന്തിനാണെന്ന്. നിന്നെ പോലെയുള്ള സ്ത്രീകളെ ഞാൻ മുൻപും കണ്ടിട്ടുണ്ട്. എന്നാ കേട്ടോ, നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാം. എന്റെ വ്യക്തിജീവിതത്തിലുണ്ടായ നാശത്തോട് താരതമ്യം ചെയ്ത് ലോകത്തിലെ മറ്റെല്ലാ ദുഃഖങ്ങളും എനിക്ക് ചെറുതായി തോന്നി. ഞാൻ ഉള്ളിൽ പൂർണ്ണമായി തകർന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളില് എന്റെ സഹോദരി എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും പിടിച്ചെടുത്തു. എന്റെ മാതാപിതാക്കള് എന്നെ തള്ളിപ്പറഞ്ഞു. ഇപ്പൊ എന്നെ സഹായിക്കാൻ വന്ന ആളും എന്നെ കൈവെടിഞ്ഞു. നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഈ കുടുംബത്തിന്റെ മാനത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് സൈൻ ചെയ്യും. ഞാൻ നിന്റെ കൂടെ ഒരു ഭാവി സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ നീ ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം നിന്നിലുള്ള എൻ്റെ വിശ്വാസം മുഴുവൻ പോയി. ദൈവം ഒരാൾക്കും ഇങ്ങനെ ഒരു ദിവസം കൊടുക്കാതിരിക്കട്ടെ. എന്റെ ലോകം മുഴുവൻ തകർന്നു വീണു. എന്റെ ഭർത്താവ് സാഹിബ് സാദ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിപുലിനെ കുറിച്ച് ഓർത്തത്. ഈ സാഹചര്യത്തില് എന്നെ സഹായിക്കാനാകുന്ന ഒരേ ഒരാളായിരുന്നു അവൻ. നിന്നെ ഞാൻ സഹായിക്കും കുൻകുൻ. പക്ഷെ അതിന് നീ എന്നെ രഹസ്യമായി വിവാഹം ചെയ്യണം. ഭർത്താവും ഭാര്യയും പോലെ ജീവിക്കുന്ന ഒരു വിവാഹം. പക്ഷെ അതിനെക്കുറിച്ച് ആരും അറിയില്ല. ഈ വിവാഹത്തിൽ എന്തൊക്കെ നടക്കും അതിന്റെ ടേംസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. വിപുൽ, ഈ വിവാഹ കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗുൻഗുന് തന്റെ സഹോദരി മുൻമുനോട് പ്രതികാരം ചെയ്യാൻ കഴിയുമോ? വിപുൽ എന്തുകൊണ്ടാണ് ഗുൻഗുനോട് ഇങ്ങനെ ചെയ്യുന്നത്? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.